ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹിന്ദിയിലെ ടെൻസസിൻ്റെ 4ാമത്തെ കാറ്റഗറിയാണ് നമ്മളിനി നോക്കുന്നത്. അതായത് ഭൂതകാൽ, പാസ്റ്റ് ടെൻസിലോട്ട് കയറുകയാണ്. പാസ്റ്റ് ടെൻസിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി. നമ്മുടെ ഈ ടെൻസ് പഠിക്കാൻ തുടങ്ങിയപ്പം ഉപയോഗിച്ച എക്സാമ്പിൾസ് ഇല്ലേ, അതിൽ രാം ആയ എന്നുള്ളതായിരുന്നു ഈ കാറ്റഗറി. രാം ആയ എന്ന് പറയുമ്പോൾ രാം വന്നു. ഇതേ ടെൻസ് വരുന്ന സെൻറ്റൻസുകൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത് വളരെ സിമ്പിളാണിത് പഠിക്കാൻ. സീത രോയി, സീത കരഞ്ഞു. ലഡ്കെ ലായേ, ആൺകുട്ടികൾ കൊണ്ടുവന്നു. ലഡ്കിയാം ലിഖീം, പെൺകുട്ടികൾ ഗേൾസ് എഴുതി. ഇവിടെ നോക്കിക്കേ, എന്താണ് വ്യത്യാസം? ഇതിന് മുൻപൊക്കെ നമ്മൾ ടെൻസ് പഠിച്ച് കയറി വന്നതുകൊണ്ട് ഇത് കാണുമ്പോഴേ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാവും അല്ലേ? പുല്ലിംഗ ഏകവചനം വന്നപ്പോൾ ആയ, സ്ത്രീലിംഗ ഏകവചനം വന്നപ്പോൾ രോയി. കണ്ടോ, ഈ എന്ന് വന്നു, ഇവിടെ യാ എന്ന് വന്നു. ഇനി ഇത് പുല്ലിംഗ ബഹുവചനം വന്നപ്പോൾ യേ എന്നാണ് അല്ലേ വെർബിൻ്റെ കൂടെ വന്നത്. ഇനി സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോൾ ഈം. കണ്ടോ, ഒരു ഡോട്ട് ഇവിടെയുണ്ട്, ലിഖീം. അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് വേറെ 2 സെൻറ്റൻസ് നോക്കാം. ഞാൻ നോക്കി, മേം ധേക്കി. ഇവിടെ മേം എന്നുള്ളത് ഒരു സ്ത്രീ ശബ്ദമാണ്, സ്ത്രീലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദേഖി എന്ന് വെച്ചത്. ഹം, ഞങ്ങൾ. ഹം ഗയേ, ഹം എന്നുള്ളത് പുല്ലിംഗം ബഹുവചനമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗയേ എന്ന് വെച്ചത്. ഇവിടുന്ന് ഈ 2 സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇതിനു മുമ്പുള്ള ടെൻസ് എല്ലാം നമ്മൾ പഠിച്ചപ്പോൾ മേം വയ്ക്കുമ്പോൾ ഹൂം വെക്കണം അല്ലേ, ഹം വയ്ക്കുമ്പോൾ വേറെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഹേം എന്ന് വെക്കണം, അങ്ങനെയൊക്കെ പഠിച്ചായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഈ റൂൾസ്, വെർബിനെ ബാധിക്കുന്ന റൂൾസ് വളരെ സിമ്പിളാണ്. സ്ത്രീലിംഗമാണെങ്കിൽ ഈ എന്ന ശബ്ദം, അതുപോലെ പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ എ എന്ന ശബ്ദം വരുന്നു അവസാനം, വെർബിൻ്റെ അവസാനം. പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ആ എന്ന ശബ്ദം വരുന്നു വെർബിൻ്റെ അവസാനം. ഇനി ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ആദ്യമൊക്കെ ഗ്രാമർ പഠിച്ചു തുടങ്ങിയ സമയത്ത് പറഞ്ഞു നേ എന്ന വിഭക്തി ചേരുന്നത് എപ്പോഴാണ്? പാസ്റ്റ് ടെൻസിലാകുമ്പോഴാണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് കയറി, ടെൻസ് പഠിച്ച് പാസ്റ്റ് ടെൻസിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നേ എന്നുള്ളത് എപ്പോഴൊക്കെ ചേർക്കാം എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, സബ്ജക്റ്റ് എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചില്ലേ അല്ലേ? വെർബിനോട് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരവാണ് സബ്ജക്റ്റ്. ഹം ഗയേ, ആര് പോയി അല്ലെങ്കിൽ എന്ത് പോയി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഹം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹം ആണ്. ഇനി ഗയേ എന്നുള്ള വെർബ്, ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഗയേ എന്നുള്ള വെർബിനോട് ഞാൻ ചോദിക്കുകയാണ്, ആരെ പോയി അല്ലെങ്കിൽ എന്തിനെ പോയി എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരവില്ല. ഈ ഒരു സെൻറ്റൻസിനകത്ത് ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. അതായത് വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മളിനി കാണും. ഇപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേ ചേർക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ നേ ചേർക്കും. ഇനി നേ ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒബ്ജക്റ്റില്ലേ, അതായത് സബ്ജക്റ്റിനെ പിന്നെ നോക്കണ്ട, ഒബ്ജക്റ്റിനനുസരിച്ച്, അതായത് സ്ത്രീലിംഗം, പുല്ലിംഗം, ഏകവചനം, ബഹുവചനം, അതൊക്കെ ഒബ്ജക്റ്റിനനുസരിച്ചാണ് വെർബിൽ ചേഞ്ചസ് വരുന്നത്. അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഈ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സീത നേ ആം ദിയ. കണ്ടോ, ഇവിടെ സബ്ജക്റ്റ് ആരാ? ദിയ, കൊടുത്തു എന്നുള്ള ആ വെർബിനോട് ഞാൻ ചോദിക്കുകയാണ്, ആര് കൊടുത്തു അല്ലെങ്കിൽ എന്തു കൊടുത്തു? ആരാ കൊടുത്തത്? സീത. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ടുള്ള സീത കിടക്കുമ്പോൾ ഇവിടെ സ്ത്രീലിംഗ ശബ്ദത്തിനനുസരിച്ചല്ല ഇവിടെ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഇവിടെ നേ എന്ന് ചേർത്തു. കാരണം എന്താ? കൊടുത്തു. ആരെ കൊടുത്തു, എന്തിനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ ആം എന്ന് ഉത്തരമുണ്ട്. മനസ്സിലായോ? ഈ വെർബിനോട് നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ട്. അങ്ങനത്തെ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ നേ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ സീതാനെ ആം ദിയ. ദിയ എന്നിവിടെ വെച്ചത് ആം എന്നുള്ളത് പുല്ലിംഗ
ശബ്ദമായതുകൊണ്ടാണ്. ദിയ. ഇനി ലഡ്കെ നേ കിതാബ് ലിഖി. കണ്ടോ, ലഡ്കെ, ഇവിടെ ആൺകുട്ടി പുസ്തകം എഴുതി എന്നേ ഉള്ളൂ. ആൺകുട്ടി, അതെന്താണ്? നമ്മൾ വിഭക്തി പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു, ലഡ്ക പ്ലസ് നെ ലഡ്കേനെ അല്ലേ. അപ്പം ലഡ്കേനെ ആൺകുട്ടി, കിതാബ് ലിഖി, കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ഇവിടെ ലിഖി എന്ന് വന്നത്. കണ്ടോ, നേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസിലുള്ള ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബ് എഴുതുന്നത്. ഇനി അടുത്തത് നോക്കാം. രാബ്നെ റൊട്ടി ഖായി. റൊട്ടി എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഇവിടെ ഖായി എന്ന് വെച്ചത്. രാം എന്നുള്ളത് നമുക്കറിയാം പുല്ലിംഗ ശബ്ദമാണ്, പക്ഷേ ഇവിടെ ഖായി എന്നാണ് വെച്ചിരിക്കുന്നത്. രാം റൊട്ടി തിന്നു എന്നർത്ഥം. ഇനി ഇവിടുത്തെ സെൻറ്റൻസ് നോക്കാം. രമേഷ് കഥകൾ എഴുതി. രമേഷിനെ കഹാനിയാം ലിഖീം. കണ്ടോ, കഹാനിയാം സ്ത്രീലിംഗ ശബ്ദമാണ്, മാത്രമല്ല ബഹുവചനമാണ്. അപ്പോൾ ചേഞ്ച് വന്നത് നോക്കിയേ, ലിഖീം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നേ എന്ന് ചേർക്കുന്നത് എപ്പോഴാണ്? ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നേ ചേർക്കും. നേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് വെർബ് പുല്ലിംഗ, സ്ത്രീലിംഗം, ഏകവചനം, ബഹുവചനം ഒക്കെ എങ്ങനെ എടുക്കണമെന്നുള്ളത് വെർബ് തീരുമാനിക്കുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കിയിട്ടായിരിക്കും. നേ നമ്മൾ പ്രയോഗിക്കുമ്പം 3 നിയമങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ നിയമം വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ. നേ ഉപയോഗിക്കുന്നത് തന്നെ ഒബ്ജക്റ്റ് ഉള്ളപ്പോഴാണ്. നേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റിനെ നോക്കി വേണം നമ്മൾ വെർബ് പ്രയോഗിക്കാൻ. അതിൽ 2 എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതായത് രണ്ടാമത്തെ റൂളും മൂന്നാമത്തെ റൂളും. രണ്ടാമത്തെ റൂൾ ഇങ്ങനെയാണ്. പല പുസ്തകങ്ങളിലും പല വീഡിയോകളിലും ഒരുപാട് റൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും ബ്രീഫായിട്ടാണ് റൂൾസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നേ ഉപയോഗിക്കുമ്പോൾ നേ പ്ലസ് കോ വന്നു കഴിഞ്ഞാൽ പുല്ലിംഗ ഏകവചനത്തിലായിരിക്കണം വെർബ് എഴുതുന്നത്. പുല്ലിംഗ ഏകവചനത്തിൻ്റെ രൂപത്തിൽ നോക്കിക്കേ. ലഡ്കോനെ, ലഡ്കെ പ്ലസ് നേ ആണ് ലഡ്കോംനെ അല്ലേ. ഇത് പ്ലൂറലാണ്, അതുപോലെ തന്നെ പുല്ലിംഗ ശബ്ദമാണ്. പക്ഷേ ഗായ് കോ, ഗായ് എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. എന്നിട്ട് ഇവിടെ വെച്ചേക്കുന്നത് നോക്കിക്കേ, ദേഖ. കണ്ടോ, അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇവിടെയുള്ളയാൾ സബ്ജക്റ്റായിട്ട് പുല്ലിംഗ ബഹുവചനം, ഒബ്ജക്റ്റായിട്ട് ആരാണ് കിടക്കുന്നത്? സ്ത്രീലിംഗ ഏകവചനം. പക്ഷെ ഇവിടെ വന്നത് ദേഖ. കണ്ടോ, ഇതാണ് നേയും കോയും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുല്ലിംഗ ഏകവചനത്തിൻ്റെ രൂപത്തിലാണ് വെർബിനെ എഴുതുന്നത്. ലഡ്കോംനെ ഗായ്ക്കോ ദേഖ. ആൺകുട്ടികൾ പശുവിനെ കണ്ടു. അടുത്തത് നോക്കാം. രാമൻ 2 പെൺകുട്ടികളെ കണ്ടു. രാംനെ 2 ലഡ്കിയോം കോ ദേഖ. കണ്ടോ, ഇവിടെ പിന്നെ വേറൊന്നും നോക്കണ്ട. പുല്ലിംഗ ഏകവചനത്തിന് ചേർന്ന വിധത്തിൽ നമ്മൾ വെർബിനെ ഉപയോഗിക്കും, നേയും കോയും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ. ഇനി നേ ഉപയോഗിക്കുമ്പോൾ ഉള്ള അവസാനത്തെ റൂൾ ഇങ്ങനെയാണ്. ലാ, ബോൽ, ഭൂൽ. ഈ 3 വേർബ്സിൻ്റെ കൂടെ നേ വയ്ക്കില്ല. ലാ കൊണ്ടുവരിക, ബോൽ പറയുക, ഭൂൽ മറക്കുക. ഈ 3 വെർബുകളുടെ കൂടെ നേ വയ്ക്കില്ല. അതുപോലെ സക്, ചുക്ക് ഈ 2 പ്രയോഗങ്ങളിലും നേ ഉപയോഗിക്കില്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിലും നമ്മൾ നേ ഉപയോഗിക്കില്ല, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും. ഇതാ എക്സാമ്പിൾസ് നോക്കാം. കേശവ് കിതാബ് ലായ. ലായ കൊണ്ടുവന്നു, കേശവ് പുസ്തകം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? കേശവ് കൊണ്ടുവന്നു. അപ്പോൾ ഇത് സബ്ജക്റ്റ്. ആരെ കൊണ്ടുവന്നു? പുസ്തകം കൊണ്ടുവന്നു. ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ നേ വെക്കില്ല. ബിക്കോസ് ലാ എന്നുള്ള വെർബിൻ്റെ കൂടെ നേ പ്രയോഗിക്കില്ല. പിന്നെ വേ ലഡ്കേസെ ബോലെ. കണ്ടോ, ബോൽ അവർ ആൺകുട്ടിയോട് പറഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പറഞ്ഞു, ആരെ അല്ലെങ്കിൽ എന്തിനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരോട് പറഞ്ഞു, എന്തിനോട് പറഞ്ഞു? ലഡ്കെ. ഇവിടെയും സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ നേ ചേർക്കില്ല. അടുത്തത് ബോൽ. കണ്ടോ, ലാ, ബോൽ, പിന്നെ ഭൂൽ മറക്കുക. ആൺകുട്ടികൾ സർവ്വതും മറന്നു എന്നർത്ഥത്തിൽ വരുമ്പം ലഡ്കെ സബ് കുച്ച് ഭൂലേ എന്ന് വരും. ഇവിടെ നമ്മൾ ഈ ഭൂലേ ഈ വെർബ് എങ്ങനെയാണ് വയ്ക്കുന്നത്? നമ്മുടെ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ്. കണ്ടോ, ലഡ്കെ വന്നപ്പോൾ ഭൂലേ, വേ എന്ന് വന്നപ്പോൾ ബോലെ, കേശവ് ലായ. കണ്ടോ, ഇത് പുല്ലിംഗ ഏകവചനം, ഇത് പുല്ലിംഗ ബഹുവചനം, ഇത് പുല്ലിംഗ ബഹുവചനം, അങ്ങനെ പോകുന്നു. ഇനി നോക്കിക്കേ, ലഡ്ക കാം കർ സക്ക. കണ്ടോ, സക്ക് എന്നുള്ള പ്രയോഗമാണ്. അവിടെ നേ വെക്കില്ല. ആൺകുട്ടിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു.
ലഡ്ക കാം കർ സക, സീത കിതാബ് പഠ് ചുക്കി. ചുക്ക് എന്നുള്ള പ്രയോഗം. സീത പുസ്തകം വായിച്ചു കഴിഞ്ഞു. പഠ് വായിച്ചു. ആരെ വായിച്ചു? പുസ്തകം വായിച്ചു. അപ്പോൾ ഉത്തരമുണ്ട്. അതായത് ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ നേ പ്രയോഗിക്കില്ല. കാരണം ചുക്ക് എന്നുള്ള പ്രയോഗം ഇവിടെയുണ്ട്, ഇവിടെ സക്ക് എന്നുള്ള പ്രയോഗമുണ്ട്. അതുപോലെ ഈ 3 വെർബ്സ് ലാ ബോൽ ഭൂൽ, ഈ ലാ ബോൽ ഭൂൽ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ഈ 3 വെർബിൻ്റെ കൂടെ വരില്ല, സക്ക് ചുക്കിൻ്റെ കൂടെ നേ പ്രയോഗിക്കില്ല. അപ്പോൾ വളരെ ചുരുക്കി 3 റൂൾസായിട്ട് നമ്മൾ നേ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ കറക്റ്റ് ചെയ്ത് പോവാം. ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ലഡ്കീനെ ഫൽ ഖായി. അല്ലേ? ലഡ്കീനെ ഫൽ ഖായി, എന്ത് കഴിച്ചു? ആരെ കഴിച്ചു? ഫൽ. ഉത്തരവുണ്ട്, അതുകൊണ്ട് നേ ചേർക്കാം. ഫൽ നേ വെച്ചു, പിന്നെ നോക്കേണ്ടത് ഫൽ അല്ലേ, ഒബ്ജക്റ്റിനെയാണ്. ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം വെർബ് വെക്കാൻ. അപ്പോൾ ഇവിടെ ഖായ എന്നേ വെക്കാവുള്ളൂ. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇവിടെ എന്താവും? ഖായ എന്ന് വരും. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഉസ്നെ ആയ, വന്നു. ആരെ വന്നു അല്ലെങ്കിൽ എന്തിനെ വന്നു? അവിടെ ഒബ്ജക്റ്റ് ഇല്ല, അപ്പോൾ പിന്നെ നേ വെക്കരുത് അല്ലേ. ഈ ഉസ്നെ എന്ന് പറയുന്നത് എവിടുന്നാണ് തുടങ്ങിയത്? വഹ് പ്ലസ് നേ ആണ്. അപ്പോൾ ശരിക്കും ഇത് വഹ് ആയ എന്നാണ് ശരിക്കുള്ള സെൻറ്റൻസ്. അത് തെറ്റിച്ച് തന്നതാണ്, വഹ് ആയ. ഇനി മൂന്നാമത്തെ നോക്കാം. ലഡ്കി ഗായ്ക്കോ ദേഖി. കണ്ടോ? നേ, ലഡ്കി ഗായ്ക്കോ ദേഖി. നേ വേണ്ട ഇവിടെ. കാരണം എന്താ? കണ്ടു. ആരെ കണ്ടു അല്ലെങ്കിൽ എന്തിനെ കണ്ടു? പശു. അപ്പോൾ ഉത്തരം ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേ വേണം. അപ്പോൾ എങ്ങനെ അത് മാറ്റി എഴുതാം? ലഡ്കി നേ ഗായ് കോ. ഇനി നേയും കോയും ഒന്നിച്ചു വന്നു അല്ലേ. നേയും കോയും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ലിംഗ ഏകവചനം ദേഖ. ഇത് മതി. ഇനി നോക്കിയേ അടുത്തത്. രാം ഔർ രാജുവിനെ പുസ്തക് ലാനാ ഭൂല. എങ്ങനെ എഴുതും? രാം ഔർ രാജു. നേ വെക്കണോ? കാരണം ഭൂൽ എന്നുള്ളതിൻ്റെ കൂടെ നേ വെക്കില്ല. പുസ്തക് ലാനാ ഭൂലേ. കാരണം ഇവിടെ നേ വെക്കരുത്. കാരണം എന്താണ്? ഭൂലിൻ്റെ കൂടെ നേ വെക്കില്ല എന്നാണല്ലോ. അപ്പോൾ രാം ഔർ രാജു എന്ന് അതുപോലെ വെക്കണം. പുസ്തക് ലാനേ എന്നാക്കണം. പുസ്തക് ലാനേ ഭൂലേ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ലോഗോനെ ഷഹർ ഗയ. പോയി അല്ലേ. പോയി എന്നുള്ള വെർബിനോട് ആരെ പോയി, എന്തിനെ പോയി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതുകൊണ്ട് നേ ചേർക്കണ്ട. അപ്പോൾ നേ ചേർക്കുന്നില്ല, വിഭക്തി ഇവിടെ ചേർക്കുന്നില്ല. ലോഗ് പ്ലസ് നേ ആണ് ലോഗോനെ ആയത്. അപ്പം ശരിക്കും എങ്ങനെ വരും? അത് ലോഗ് എന്ന് മതി. ലോഗ്. പിന്നെ എന്ത് വയ്ക്കണം? ഷഹർ അല്ലേ. വിഭക്തി അവിടെ നിന്ന് മാറ്റി. അപ്പോൾ പിന്നെ ലോഗോം വേണ്ട. ലോഗ് ഷഹർ ഗയേ. കാരണം എന്താ? പ്ലൂറലാണ്, അതുകൊണ്ട് ഗയേ എന്ന് വെച്ചു. ഇനി റഹീം നേ കവിതായേം പഠി. റഹീം നേ കവിതായേം. നേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒബ്ജക്റ്റിനെ നോക്കിയാൽ മതി. കവിതായേം പഠീം. ഇവിടെ ഒരു ഡോട്ടിൻ്റെ കുറവേ ഉള്ളൂ. ഇവിടെ ഒരു ഡോട്ട് ചേർക്കാഞ്ഞതാണ് പ്രശ്നം അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നപ്പോൾ പഠി എന്നേ ഉള്ളായിരുന്നു, ഒരു ഡോട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത് നോക്കാം. വർഗീസിനെ ദോ ലഡ്കിയോं को देखीം. ഇവിടെ നോക്കാം. വർഗീസിനെ ദോ ലഡ്കിയോं को, നെയ്യും കോയും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഖ എന്നേ വെക്കാവുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. വർഗീസിനെ ദോ ലഡ്കിയോं को ദേഖ. ഇനി എട്ടാമത്തത്. രാംനെ രാവൺ കോ മാരേ. മാരേ എന്ന് വെക്കില്ല, കാരണം നെയ്യും കോയും ഒന്നിച്ച് വന്നാൽ ഇവിടെ പുല്ലിംഗ ബഹുവചനം മാര എന്നേ വെക്കാവുള്ളൂ. ഇനി അടുത്തത്. അംഗ്രേസോംനെ ഭാരത് ആയ. അംഗ്രേസോംനെ നേ ഉപയോഗിച്ചു. ഇനി നോക്കിക്കേ. ഭാരത് ആയ, വന്നു അല്ലേ. വന്നു. ആരെ വന്നു, എന്തിനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നേ വെക്കണോ? വേണ്ട. അപ്പോൾ അംഗ്രേസോം എന്ന് വേണ്ട, അംഗ്രേസ്. കണ്ടോ? അംഗ്രേസ് എന്ന് മതി. അംഗ്രേസ് ഭാരത്. ഭാരത് ആയേ. കാരണം എന്താണ്? അംഗ്രേസ്
ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷുകാർ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ആയെ എന്ന് വയ്ക്കുന്നത്. അംഗ്രേസ് ഭാരത് ആയെ. ഇനി ലാസ്റ്റ് നോക്കാം നമുക്ക് സെൻറ്റൻസ്. സീതാനെ പത്ര ലിഖി. സീതാനെ പത്ര. നേ ഇവിടെ ഉപയോഗിക്കണോ? വേണം. കാരണം എഴുതി എന്നുള്ളതിനോട് നമ്മൾ ചോദിക്കണം ആരെ എഴുതി അല്ലെങ്കിൽ എന്തിനെ എഴുതി? പത്ര, എഴുത്ത് എന്ന് ഉത്തരവുണ്ട്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് നേ ചേർക്കണം. ഇനി ഒബ്ജക്റ്റ് പത്രം എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണ്. അപ്പോൾ ഇവിടെ ലിഖ എന്നാണ് ചേർക്കേണ്ടത്. സീതാനെ പത്ര ലിഖ എന്നാണ് ഉത്തരം വരിക. അങ്ങനെ നമ്മൾ ഈ ഭൂതകാൽ ടെൻസ്, അതായത് ടെൻസിൻ്റെ ഈ ഒരു കാറ്റഗറി പഠിച്ചു കഴിഞ്ഞു. നേയുടെ പ്രയോഗത്തിൻ്റെ റൂൾസ് വളരെ ചുരുക്കി പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്